ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കള്ളനെ കോടതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച കൺകുളിർക്ക കാണാമെന്നതായിരിക്കും. നിന്റെ ക്ഷൗരപ്പണി കാണാനേ കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്. എടാ, നാവിൽ എല്ലില്ല എന്ന് കരുതി ഓരോന്ന് വിളിച്ചു പറയുമ്പോ ആലോചിക്കണം. ഇതൊക്കെ തിരിച്ച് 10 ഇരട്ടിയായിട്ട് അവനവന്റെ മുഖത്ത് തന്നെ വന്ന് അടിക്കുമെന്ന്. ഇനി എന്റെ ഒഴിവാടാ. ഞാൻ അവസാനമായി കേട്ട ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ മകൻ നസീറിന് എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് നൂർജഹാനെ അവൻ കണ്ടു എന്ന് അവൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞതാ. അതിനപ്പുറത്തേക്ക് എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല ഹമീദേ. താനൊന്ന് എന്നെ സഹായിക്കണം. തനിക്കറിയാലോ, മറ്റാരോടും എനിക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റില്ല. നൂർജഹാനെ നസീർ കണ്ടെന്ന് പറഞ്ഞല്ലേ ഫോൺ ചെയ്തത്? അതെ. അപ്പോ നൂർജഹാനും നസീറും പരസ്പരം കണ്ടു കാണുമല്ലോ. കാണും. പക്ഷെ അവളത് കണ്ടുന്ന് സമ്മതിക്കുന്നില്ലല്ലോ. അവള് കള്ളമാണ് പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം നൂർജഹാനെ ആ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോരാനേ നസീർ ശ്രമിക്കൂ. അല്ലാതെ നസീർ അവിടുന്ന് പോരൂല. അവന്റെ ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും തന്റെ സംശയം തീർത്ത് കളയാം. താൻ ആ നൂർജഹാനെ വിളിക്ക്. അവൾ എന്താ പറയുന്നു നോക്കട്ടെ. അവളെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. ഹമീദ് സാറിന് നിന്നോട് എന്താ ചോദിക്കാനുണ്ടെന്ന്. നൂർജഹാനെ, ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ ഏറ്റെടുത്തത് തന്നെ നിങ്ങൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരുത്താതെ കാര്യങ്ങൾ നേരായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതെ, അന്നേ ദിവസം നൂർജഹാനെ ആ വീട്ടിൽ കൊണ്ടുപോയ ദിവസം നസീർ ആ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം നൂർജഹാൻ കേട്ടായിരുന്നു? നസീറിനെ ആ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഹമീദേ, ഇവള് പഠിച്ച കള്ളിയാണ്. ഇങ്ങനെയൊന്ന് ചോദിച്ച ഇവള് സത്യം പറയില്ല. താൻ തന്റെ വനിതാ പോലീസിനെ ഇങ്ങ് കൊണ്ടുവാ. എന്നിട്ട് ഇവക്ക് 2 പൊട്ടിക്ക്. നല്ല അടിയിടി കിട്ടുമ്പോഴേ ഇവള് താനെ സത്യം പറഞ്ഞോളും. ഞാൻ വന്നത് എന്തിനാ? ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ പറയിക്കാനല്ലേ. അത് ഞാൻ ചെയ്യട്ടെ. നൂർജഹാനെ, നസീർ ആ രാത്രിയിൽ ആ വീട്ടിൽ വന്നുവെന്നും അവൻ നൂർജഹാനെ കണ്ടെന്നും നസീറിന്റെ ഫോൺ കോളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. നൂർജഹാനും നസീറിനെ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നസീർക്ക് ആ വീട്ടിൽ വന്നിട്ടില്ല. ശരി, സമ്മതിച്ചു. ഇനി മാറ്റി പറയില്ലല്ലോ? ഇല്ല. പറയരുത്. കാരണം എല്ലാ തെളിവുകളും നസീർ ആ വീട്ടിൽ വന്നിരുന്നെന്നാണ്. നൂർജഹാൻ മാത്രമാണ് വന്നില്ലെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ, പിന്നെ കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും. എടോ, നല്ല നിലവിളക്ക് തേച്ച് മിനിക്ക് 5 തിരിയിട്ട് കത്തിച്ചു വെക്കണം. ചന്ദനത്തിരി കത്തിച്ചോ.
ഇന്നിവന്റെ ജാതകം കുറിക്കല. ഇതുവരെ ചെയ്തതും പ്രവർത്തിച്ചതൊന്നും അല്ല ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് വീട്ടിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, നീ ജയിലിലും. അല്ലപ്പ അങ്ങനെ സാറ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ 5 തിരിയിട്ട വിളക്ക് മിക്കോറേ സാറിന്റെ തലയ്ക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ആശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴേ ചിലർക്ക് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാ സാറേ. ആ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നണേ. വാ കൊണ്ടല്ല, പ്രവൃത്തിയിൽ കാണിക്കും സാറേ. എങ്കിൽ പിന്നെ സാറേന്ന് തികച്ചു വിളിക്കും. അല്ലെങ്കിൽ അതിനു മുമ്പ് പല വാക്കുകളും ചേർത്ത് കൂട്ടി വിളിക്കും. എന്നെ കൊണ്ട് എന്തിനാ സാറേ എന്ന് വിളിപ്പിക്കുന്നേ? അതിങ്ങനെയാണോ? ഇത് കണ്ടല്ലോ നീ, നിന്റെ തലവര മാറ്റി എഴുതാനുള്ള കിടുതാപ്പായത്. എന്താ മോനെ, ഇതങ്ങ് ജഡ്ജിക്ക് മുന്നിൽ എത്തിയാലുണ്ടല്ലോ, നിന്റെ മുന്നിൽ പിന്നെ സബ്ജയില. ഇവിടെ കാലെടുത്ത് വെച്ച് കയറിയാൽ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്റെ പഴയ 1-2 പരിചയക്കാരാ. അവര് നിന്നെ അവിടെ നല്ല നടപ്പിന് പരിശീലിപ്പിക്കും. നീ നടന്നു കയറുന്ന നിന്റെ ഈ 2 കാലുണ്ടല്ലോ, നീ എഴഞ്ഞിറങ്ങും. അതിനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നിന്റെ ഈ ജാതകത്തിൽ പ്രത്യേകം എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ എല്ലാം സെറ്റാണ്. അതേടാ, എടാ, ഞാൻ ഒരാൾക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു ചാർജ് ഷീറ്റും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. നീ എന്നെ വെല്ലുവിളിച്ചില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഉറക്കം ഉളച്ച് ഞാനിത് തയ്യാറാക്കിയത്. എത്രയായി? സാർ, ACP സാറിനെ ഒന്ന് കാണണോ? എനിക്ക് ഞാൻ ചോദിച്ചിട്ട് വരാം. പിന്നെ ഇന്ന് ഞാൻ നീ പറഞ്ഞ പണിയുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് കോടതിക്ക് മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ആ മഹത്തായ ചടങ്ങ് നടത്താം. ബ്ലേഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വൈരാഗ്യം തോന്നിയിട്ട് എന്റെ പെടലേക്കും വെച്ച് പോന്തിക്കളയരുത്, സൂക്ഷിച്ച് ചെയ്യണം. ഇതുപോലൊരു തൊഴിൽ പഠിച്ചാണ്ടല്ലോ, അത് പിന്നെ സ്ഥിരമാക്കാം. കേട്ടാ സാർ, എന്താണോ? ആ സ്വർണം നഷ്ടപ്പെട്ട പെൺകുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ട്. കയറി വരാൻ പറയണോ. കള്ളനെ കോടതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച കൺകുളിർക്ക കാണാമെന്നായിരിക്കും. നിന്റെ ശൗര്യപ്പണി കാണാനേ കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്. എടാ, നാവിൽ എല്ലില്ല എന്ന് കരുതി ഓരോന്ന് വിളിച്ചു പറയുമ്പോ ആലോചിക്കണം. ഇതൊക്കെ തിരിച്ച് 10 ഇരട്ടിയായിട്ട് അവനവന്റെ മുഖത്ത് തന്നെ വന്ന് അടിക്കുമെന്ന്. ഇനി എന്റെ ഊഴവാടാ.